ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് പറയുക, ഇതാ പൗലോസ് പറഞ്ഞ വേറൊരാത്മാവ്. പ്രിയപ്പെട്ടവരല്ല, അഭിഷേകം എല്ലാവർക്കും ഉള്ളതാണ്. ബൈബിൾ പഠിച്ചാൽ ആത്മസ്നാനവും ആത്മനിറവും ആത്മാഭിഷേകവും പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലെ 3 ചിന്ത. ആത്മസ്നാനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളിൽ ഒരിക്കലായി മാത്രം നടക്കുന്നു. ആത്മസ്നാനം അതെല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. ആത്മനിറവ് എന്നും നമ്മിൽ ഉണ്ടാവേണ്ടതാണ്. ആത്മസ്നാനം ആവർത്തിക്കുന്നതല്ല, ആത്മനിറവ് ആവർത്തിക്കുന്നതാണ്. എന്നാൽ ആത്മാഭിഷേകം എല്ലാവർക്കും ഉള്ളതല്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ശുശ്രൂഷക്കാരൻ, ഒരു സഭയിലെ ഒരു സഹോദരനെയോ സഹോദരിയെയോ ഒരു ദൈവദാസനെയോ ദൈവം വേലയ്ക്കായി ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം ദൈവം നൽകുന്ന ഒന്നാമത്തെ ആത്മാഭിഷേകം. ഈ ആത്മാഭിഷേകം എന്തുവാ, ആത്മസ്നാനം എന്തുവാ, ആത്മനിറവ് എന്തുവാ എന്ന് തിരിച്ചറിയാതെ അഗ്നിയഭിഷേകത്തെ കുറിച്ച് പറഞ്ഞ് ജനത്തെ വശക്കെടുത്തുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, വേറൊരു യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച്, വേറൊരു ആത്മാവിനെ കുറിച്ച് പ്രസംഗിച്ച്, വേറൊരു സുവിശേഷം പ്രസംഗിച്ച് ആത്മീയ കോണത്തെ പിശാച് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി പദത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോ ആത്മാക്കളുടെ വിടുതലിനായി സ്വർഗ്ഗം വിട്ടിറങ്ങിയ യേശു കർത്താവിനെ ഉയർത്തുവാൻ ദൈവസഭ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഞാൻ പറഞ്ഞ സന്ദേശത്തിന്റെ ഗൗരവം മനസ്സിലായ ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരുവനപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കളൊക്കെ ഇന്ന് രാത്രി ആത്മനിറവിലേക്കൊന്ന് വരട്ടെ, ആത്മനിറവിലേക്കൊന്ന് വരട്ടെ. നിങ്ങൾ നോക്കിക്കേ, ആ പക്ഷപാതക്കാരനായി കിടന്ന രോഗിയോട് കർത്താവ് രണ്ടാമത് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കണം. അവൻ കിടക്കയെടുത്ത് നടന്നെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ. എനിക്കേറെ സന്തോഷം തോന്നിയ ഒരു ഭാഗം, ഒരു വാക്ക് പറഞ്ഞ് നിർത്താൻ പോകുന്ന ദൈവം ശ്രദ്ധിക്കുക. നമ്മുടെ വിടുതലിനായി ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിച്ചു തുടങ്ങുന്നു. ഈ സമയം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ രോഗി തന്നെയാണ് അവന്റെ കിടക്ക എടുത്തോണ്ട് പോയത്. എന്താണ് കർത്താവ് അങ്ങനെ ചെയ്തത്? ഈ 4 പേരെ കൊണ്ട് ആ കട്ടിലേശു പിടിപ്പിച്ചില്ല. ഇവനെയും ഇവന്റെ കട്ടിലിനെയും ചുമന്നോട്ട് വന്ന 4 പേരെ കൊണ്ട് യേശു കട്ടിലെടുപ്പിച്ചില്ല. എന്താ കാര്യം? യേശു നൽകിയ രോഗശാന്തിയിൽ, യേശു നൽകുന്ന രോഗശാന്തിയിൽ സമ്പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് തെളിയണമെങ്കിൽ അവന്റെ കട്ടിൽ അവൻ എടുക്കണം. ഹല്ലേലൂയ. രാത്രി ആ വചനത്തിന്റെ പൊരുൾ എത്ര ദൈവമക്കൾക്ക് മനസ്സിലായി. അവന്റെ കട്ടിൽ യേശു അവനെ കൊണ്ട് എടുപ്പിച്ചത്, യേശു ഒരാൾക്ക് രോഗശാന്തി നൽകിയാൽ പിന്നെ അവനെ കയ്യെ പിടിച്ചോണ്ടോ കാലെ പിടിച്ചോണ്ടോ നടക്കണ്ട. യേശു നൽകുന്ന രോഗശാന്തിക്കകത്ത് സമ്പൂർണ്ണ ആരോഗ്യം